Yeah.
ഒരു അനുഗ്രഹീത കലാകാരനാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ വരെ, എസ്പെഷ്യലി കമ്മീഷണറൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടും ഇന്നും അതിലെ പ്രശസ്തമായ വാചകങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ബൈഹാർട്ടായി പറയുന്ന ഒരു കാലമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ആ സംസാരങ്ങൾ നമുക്കുള്ളിൽ തെളിഞ്ഞിട്ടുണ്ട് എന്ന്. VVN ഡിസ്ട്രിക്ട് കലോത്സവം നമ്മുടെ ഈ കലാലയത്തിൽ വെച്ച് ഡിസംബർ 15, 16 തീയതികളിൽ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചതാണ് ശ്രീ സുരേഷ് ഗോപിയുടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി കിട്ടാൻ. പക്ഷേ അന്ന് അദ്ദേഹം സ്വന്തം മകളുടെ കല്യാണത്തിനായി ഒരുപാട് തിരക്കിലായിരുന്നു. ഇന്ന് ഒരുപാട് നന്ദിയുണ്ട് സർ, ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തിന് അങ്ങ് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയത്. അദ്ദേഹം ഒരുപാട് റോളുകൾ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മകനായി, ഒരു അച്ഛനായി, ഒരു സഹോദരനായി. ഇനി അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രിയായും ആ റോള് നന്നായി തിളങ്ങുമെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ ഇരിക്കുന്ന മക്കള്, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, എല്ലാവരുടെ പേരിലും അങ്ങയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Let me invite Sri Narayana Vidyanikethan Principal, Ms. Priya Madhu, to give our token of love to him. Thank you, sir. Thank you, ma'am. എനിക്ക് നിങ്ങളുടെ അച്ചടക്കം ഗംഭീരമായിട്ട് ഇഷ്ടമായി. ഇതൊരു സ്കൂളിൻ്റെ അസംബ്ലിയിൽ നിന്ന് ഏകദേശം 12 വർഷം ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ അവിടെ ഇതേ അച്ചടക്കമുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നല്ല പൊരി വെയിലത്ത് അസംബ്ലി എന്ന് പറയുന്നത് തുറസായ സ്ഥലത്തായിരുന്നു. ഏതാണ്ട് 6 മണിക്കൂർ വരെ അസംബ്ലി പോകും. അസംബ്ലിയിൽ ഒരുപാട് ചിന്തയ്ക്ക് വിത്ത് പാകുന്ന തരത്തിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോളം വായിക്കുക, പിന്നെ നാടിനെയും നാട്ടുകാരെയൊക്കെ ബാധിക്കുന്ന അക്കാലത്ത് ക്ഷാമം എന്ന് പറയുന്നത് അത് ജലത്തിനായാലും ഇന്നത്തെ അത്രയില്ല കേട്ടോ. ഇന്നത്തെ ഒരു 5% ജലക്ഷാമത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മാറാവ്യാധികൾ, പകർച്ച വ്യാധികൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കും. കുട്ടികൾ സൂക്ഷിക്കണമെന്ന് പറയും. ഒരുപാട് വെള്ളം കുടിക്കണം. വേനൽക്കാലത്ത് കുറേശ്ശേ കുടിക്കാവൂ. ഒരു തുടം 1 ഔൺസ് 2 ഔൺസ് വെച്ചേ കുടിക്കാവൂ. അപ്പോൾ ശരീരത്തിൽ അത് ഹൈഡ്രേറ്റ് ചെയ്യും. അതിനുശേഷം അധികമായിട്ട് നമുക്ക് ശങ്കയുണ്ടാവും. അപ്പോൾ അത് പോയി കൃത്യമായി ആ ശങ്ക നടപ്പിലാക്കണം. പിടിച്ചു വെക്കരുത്. അതെന്ത് ശങ്കയായാലും പിടിച്ചു വെച്ചാൽ അകത്ത് നമുക്ക് വലിയ ഉപദ്രവകാരിയായി മാറുന്ന പൊരുളാണെന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മിക്കവാറും വരുന്ന ഗസ്റ്റുകൾ വഴി നമുക്ക് കുറച്ച് ആകർഷണം തോന്നുന്ന ഗസ്റ്റുകളാകുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കും.
ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ വ്യഗ്രതയോടെ നിങ്ങൾ അനുസരിക്കും. അതുപോലെ എൻ്റെ മക്കൾ അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ല. അത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പറഞ്ഞു കൊടുത്താലേ അവരെ അനുസരിക്കും, അല്ലേ? എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ഇഷ്ടം, നമ്മുടെ റോൾ മോഡൽസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹത്തോടെ എന്നെ നോക്കാനും ഇഷ്ടത്തോടെ എന്നെ കേൾക്കാനും വളരെ ഇഷ്ടത്തോടെ അനുസരിക്കാനും തോന്നിയാൽ ഇങ്ങനെയുള്ള വേദികൾ അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങളത് വളരെ കൃത്യമായിട്ട് അതിൽ ആ കരോക്കേക്ക് പാടിച്ചേർന്ന ആ കുഞ്ഞുങ്ങളിങ്ങ് തരണം കേട്ടോ. അതിലെ മെയിൻ ഗായികയും കുഞ്ഞുങ്ങളും ഇങ്ങനെ തരണം. ഇത്രയും ശ്രുതി ചേർന്ന് ഈ പ്രായത്തിൽ ഒരു അസംബ്ലി, ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലെങ്കിലും വളരെ വിരളമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇതേ താളം, ശ്രുതി, ലയം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് എൻ്റെ ബാക്കിൽ വന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ താളം, ശ്രുതി, ലയം എല്ലാം സ്വാംശീകരിക്കാൻ നമുക്കിങ്ങനെ അലിഞ്ഞു ചേരണം നമ്മുടെ ഹൃദയത്തിൽ. വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ഇടവേളകളിൽ നിശബ്ദത എന്ന് പറയുന്നത് ഈ ഗാനം ഇങ്ങനെ അതിൻ്റെ സംഗീതാത്മകതയിൽ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് ആരെയും ഒന്നും തല്ലാൻ പോലും തോന്നില്ല. ദേഷ്യം, സന്തോഷം, സങ്കടം ഇതെല്ലാം മനുഷ്യന് ചേർന്ന് വികാരം, എല്ലാ ജന്മങ്ങൾക്കും ചേർന്നാണ്. ദേഷ്യം മരങ്ങൾക്ക് പോലും വരും, മണ്ണിന് വരും. കൃത്യമായി ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. അന്നേരം നമ്മൾ കിടന്നു പോകും. അപ്പം മണ്ണിനെ ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടും, മരത്തിനെ ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടും. പക്ഷെ മൃഗാദികളെ ദ്രോഹിച്ചാൽ അതുങ്ങൾ തിരിച്ച് ഗംഭീരമായി ദ്രോഹിക്കും. അത് മാത്രമേ നമ്മൾ ലോകത്ത് കാണുന്നുള്ളൂ. ജീവിതത്തിലേക്ക് സംഗീതം കൊണ്ടുവന്നാൽ അത് ഔഷധവുമാണ്, നമുക്ക് വലിയ മാർഗദർശിയുമാണ്. ഞാൻ സാധാരണ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും നടന്ന് ഒക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഇങ്ങനെ മനസ്സിലൊഴുകും. പാടത്തില്ല, മനസ്സിലുണ്ടാവും. ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചായിരിക്കും ഞാൻ നടക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആകമാനം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകിയാൽ അത് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷവും സൗഖ്യവും പകരുന്ന ഒരു ജീവിത നിർവഹണമായി മാറും. രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യം വേണ്ടത് ഇതാണ്. ഇല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാനുള്ളതില്ല. സംഗീതത്തെ അമിതമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റെല്ലാ അംശങ്ങളും, കാറ്റിനെ പോലും നമുക്ക് പ്രണയിക്കാനായി കഴിയും, അല്ലേ? തോന്നിയിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ജീവിതത്തിലെ എല്ലാ നല്ല അംശങ്ങളും നിങ്ങളുടെ അധ്യാപകരൊക്കെ എൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറയാവുന്ന അംശങ്ങൾ കൂടുതലാണെങ്കിൽ അതിന് നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരും നൽകിയത് മാത്രമാണ് എൻ്റെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലൂടെ എപ്പോഴും കാണുന്നത്. ബാക്കി എല്ലാ വികാരങ്ങളും എനിക്കുമുണ്ട്. അത് കുറച്ച് അധികമായിട്ടുള്ളതുണ്ട്, കുറച്ച് കുറവായിട്ടുള്ളത് ഉണ്ട്. അതൊക്കെ ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഞാനല്ലാതായി തീരും. നിങ്ങളെപ്പോഴും ഓരോരുത്തരും ആ ഓരോരുത്തരായിരിക്കാം. മനസ്സിലായി? നമ്മൾ നമ്മുടെ വ്യക്തിത്വം കളഞ്ഞ് കുറിക്കരുത്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സന്തോഷം പകരാൻ മാത്രം ശ്രമിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആൾക്കാരെ കണ്ടു നടക്കുക. അവർക്കൊക്കെ പറയാനുള്ളത് അവസരം കൊടുക്കണം. എനിക്ക് തിരിച്ചവരോട് പ്രതിവിധിയായി പറയാനുള്ള സമയം കണ്ടെത്തണം. അതുകൊണ്ട് അധ്യാപകർ അനുസരിക്കണം. ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നുകൂടാ എന്നൊക്കെയുള്ള ഉപദേശം എന്ന് വിചാരിക്കണ്ട. ഞാൻ വന്ന വഴിയാണ്. ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നിട്ടില്ല. വന്ന വഴി മറന്നിട്ടില്ല. ആരെയും ദ്രോഹിച്ചിട്ടില്ല, ദ്രോഹിക്കില്ല എന്ന് പറയുന്ന നിശ്ചയം. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുൻഗതിയും മേൽഗതിയും. ഇത്രയും മനസ്സിലായോ? നല്ലതുപോലെ പ്രാർത്ഥിക്കണം. അടുത്തൊരാളുടെ വേദന കണ്ടാൽ നമ്മുടെ ഹൃദയം അലിയണം, കണ്ണീർ പ്രവഹിക്കണം. അതും മനസ്സിലായോ? നമുക്ക് ഒന്ന് കൈവച്ച് തലോടിയാൽ തീരുന്ന വേദനകളാണ്. ഇഷ്ടം, സ്നേഹത്തിൽ മാത്രം മുങ്ങിയതാണ് നിങ്ങളുടെ ജീവിതം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധ്യയന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പ്രായം നിങ്ങൾക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അധ്യാപകർക്ക് അതറിയാം. ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ആ അധമ വഴിയെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശക്തിയും ബുദ്ധിയും യുക്തിയും പ്രവർത്തനക്ഷമതയും ഇവിടുത്തെ അധ്യാപകർക്കും ഈ കുഞ്ഞുങ്ങൾ ചെന്ന് കയറുന്ന വീട്ടിലെ അച്ഛനമ്മമാർക്കും മുത്തശ്ശിമാർക്കും എല്ലാം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. The best memories of our lives can never be captured in pictures. They are always captured by your heart. Surely your words and your presence has been captured by your hearts. Thank you, sir. Shanti Mandal. Just a minute. എല്ലാവരും പിടിച്ച് ഇത്തവണ ജയിപ്പിച്ച് വിടണം. അതിൻ്റെ മാറ്റം മാതൃകാപരമായി പ്രവർത്തനം നടത്തിക്കൊണ്ട് എന്തായാലും കഴിഞ്ഞ 5 വർഷത്തെ പോലെയായി അതുപോലെയാണ് അതൊന്നും വേണം. നല്ലപോലെ പണിയെടുത്ത് തൃശ്ശൂർക്കാരെന്നെ തിരഞ്ഞെടുത്ത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു എം പി എന്ന് പറയുന്നത് This is
അയ്യോ ഞാനല്ല സുരേഷ് ഗോപി. താങ്ക് യു. ഇത്തവണ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ജയിപ്പിച്ച് വിടണം. പൂരം കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ഇത്തവണ ജയിപ്പിച്ച് വിടണം. ജയിപ്പിച്ച് വിട്ടാൽ MP ആയുള്ള പ്രവർത്തനം ഉറപ്പായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെക്കാൾ വളരെ മികച്ചതായിരിക്കും. കഴിഞ്ഞ 5 വർഷം എന്തെങ്കിലും പ്രവർത്തനം നിങ്ങൾക്കറിയാം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കുക. കൃത്യമായി ജോലി ചെയ്തിരിക്കും. എല്ലാവർക്കും ഗുണമാകുന്ന, ഏതെങ്കിലും പ്രദേശത്തിനോ ഏതെങ്കിലും വ്യക്തിക്കോ അല്ല, മൊത്തത്തിൽ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു MP ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന ഖ്യാതി നിങ്ങൾക്ക് ഞാൻ നേടിത്തരും, പേര് നേടിത്തരും. പോരെ? ഓക്കെ അല്ലേ? എങ്ങനെടുക്ക് ഈ ബഹളത്തിനൊക്കെ അതൊക്കെ നമുക്ക് ഇനി വരുമ്പോ കൂട്ടത്തിലാവുമ്പോഴേ ഇതൊക്കെ നടക്കും.
അതുകൊണ്ട് പറഞ്ഞു അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചിട്ട് പടിയിലൊക്കെ പടിയിലൊക്കെ നിൽക്കാം പടിയിലും വന്നോ ചേച്ചി ഇവിടെ നിന്ന് ആരും കിട്ടില്ല ചേച്ചി ഇവിടെ ഇറങ്ങിറങ്ങ കഴിഞ്ഞ വർഷം തന്നെ ആഗ്രഹിച്ചാണ് ഭയങ്കരമായിട്ട് കാണുന്നത്. ശരി ശരി എല്ലാവരും കൂടെ വിജയിപ്പിക്കണം. ജയിപ്പിക്കല്ലേ? വോട്ട് തന്ന് വിജയിപ്പിക്കണം. സ്റ്റാഫ് ഒരു സൈഡിൽ കേൾക്കാം. പ്രതീക്ഷേട്ടാ മാഡത്തിന് ആരെങ്കിലും ഒന്ന് പിടിച്ചോ. എടുത്താൽ അതിൻ്റെ ഗുണമുണ്ടാവും.
ഇരിക്കല്ലോ ഇങ്ങോട്ടോ ക്യാമറ എല്ലാം സൈഡിലേക്ക് മാറും. ഇരിക്കുകയല്ല, ക്യാമറ സൈഡിലേക്ക് പോകും. നിൽക്കുന്നവർ മാറണേ. ഇരുന്നു. അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കേടുപാടൊന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം എന്നാണ് ആദ്യം അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിൽ പോകാത്തതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലാകമാനമുണ്ട്. ഒരു ഭരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിലെത്തി അത് രാജ്യം മുഴുവൻ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് അതിൻ്റെ തുടർച്ച ഇതിന് മുമ്പത്തേക്കാളും ശക്തമായി വരും എന്ന ഒരു ഉറപ്പ് രാജ്യം മുഴുവൻ മുഴങ്ങിക്കേൾക്കുമ്പോൾ ആ പാളയത്തിൽ ചെന്ന് ചേരുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം കേരളത്തിൽ നിന്ന്. അങ്ങനെ എത്ര പേരെന്നൊന്നും എണ്ണം പറയുന്നില്ല. അപ്പോൾ തന്നെ കുരു പൊട്ടാനുള്ളവർക്കെല്ലാം കുരുവും ബാക്കി എല്ലാം പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണം പറയുന്നില്ല. എങ്കിലും ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലേക്ക് ഓരോ വികസനത്തിൻ്റെ ഭാഗമായിട്ടായാലും ശരി തന്നെ ഓരോ വ്യക്തിയുടെയും പ്രദേശത്തിൻ്റെയും സംഭാവനകളായി കേന്ദ്ര ഭരണത്തിൻ്റെ നന്മയായി വരേണ്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് പ്രവർത്തിക്കുന്നവരുമാണ് ഇവിടുന്ന് അയക്കാൻ. അല്ലാതെ സ്പീക്കറുടെ നെഞ്ചത്തോട്ട് ഭരണഘടന എടുത്തെറിയുക, അല്ലേ, ഹിജാബ് എടുത്തെറിയുക, കുരിശെടുത്തെറിയുക, അല്ലേ, അങ്ങനെ ഓരോ മതചിഹ്നങ്ങൾ എടുത്തെറിയുക എന്നിട്ട് അതിനുവേണ്ടി കിടന്ന് അതല്ല ഒരു പാർലമെൻറ്റേറിയൻ എന്ന് പറയുന്നത്. അതല്ല. അപ്പോൾ നമ്മൾ വോട്ട് വാങ്ങിപ്പോയി ആ വോട്ട് തന്ന ജനതയോടൊരു കർത്തവ്യം നിർവഹിക്കാനുണ്ട് എന്ന് തോന്നിയെങ്കിൽ ആ കർത്തവ്യം നിർവഹിച്ചതിൻ്റെ മേന്മ എത്ര? കഴിഞ്ഞ 5 വർഷം, അതിന് മുമ്പത്തെ 5 വർഷം അവ 2 കക്ഷികളുമായി. ഇനി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 5 വർഷം ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ മാനിക്കും. ആരും ആ രാഷ്ട്രീയം വിട്ട് പുറത്തേക്ക് വരണ്ട. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ആവരുത്, രാഷ്ട്രത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഇവിടെ 2004-നും 2014-നും ഇടയ്ക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടെ ഒത്തുകൂടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിൽ നിന്ന് 7-8 പേരൊക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്നു. അവരെ കൊണ്ട് അന്ന് സാധിക്കാത്ത 2 കാര്യങ്ങൾ ഞാൻ പറയാം. 39 വർഷം പഴക്കമായ 41 വർഷം പഴക്കമായ കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കേന്ദ്രമന്ത്രിമാരാണ്, MP-മാരല്ല കേട്ടോ, കേന്ദ്രമന്ത്രിമാരാണ്. 6, 7, 8 പേരൊക്കെ ഉണ്ടായിരുന്നു. അതേ ബൈപ്പാസുകൾ പൂർത്തീകരിക്കാൻ 2018 ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ MP-മാരുമാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. കേരളത്തിനും അവർ നൽകിയ ബലമാണ്. ഫോട്ടോ നമുക്ക് ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള രാജ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗ്യമായ പങ്ക് അത് കൊണ്ടുവരുന്ന ആൾക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് വിജയകരമായ വോട്ടിംഗായി മാറുന്നത്. നിങ്ങളും വിജയിക്കണം, എന്നെയും വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നല്ലതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ ഞാൻ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത്, നിങ്ങളെന്നും ഞാൻ പറയുന്നു, ഒരുപാട് പേര് ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു MP-യുടെ പ്രകടന മികവ് എന്ത്? ഞാൻ ഇവിടെ ഉറപ്പ് വരുന്നു, അതിൻ്റെ ഇരട്ടിയല്ല, അതുക്കും മേലെ 5 വർഷം തന്നാൽ
എൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പോരെ? ഓക്കെ അല്ലേ? ഒരു ബലമില്ലല്ലോ. തൊഴിലുറപ്പുകാരുടെയും ശ്രദ്ധയ്ക്ക് ചോദിച്ചു. കേന്ദ്രമന്ത്രിയൊക്കെ പിന്നത്തെ കാര്യം, അതൊക്കെ പിന്നത്തെ കാര്യം. എനിക്ക് ഞാൻ MP ആവാനാണ് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എപ്പോൾ ആവണം, ക്യാബിനറ്റ് എപ്പോൾ ആവണം, സ്റ്റേറ്റ് മന്ത്രി എപ്പോൾ ആവണം, ഇതെല്ലാം പിന്നത്തെ കാര്യമാണ്. MP ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിൻ്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാകും എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. MP ആയി തന്നെ തുടരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം. ഞാൻ ഈ പ്രദേശത്തേക്ക് വരിക പോലും വേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രവർത്തകരെ ഒന്ന് വിളിച്ച് ശാസിച്ചു. ആ ശാസന എന്ന് പറയുന്നത് വോട്ട് ചേർക്കാത്ത ഒരു വീഴ്ച. കാരണം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10-25 പേരൊന്നും അറിയാം. ഈ മണ്ഡലത്തിൽ എനിക്ക് വോട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു 18 വയസ്സുകാർ 2 പേരുണ്ട്. അങ്ങനെ ഈ മണ്ഡലത്തിൽ 100 വോട്ട് ചേർത്തിട്ടില്ല, അവർക്ക് വോട്ടവകാശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രവർത്തകരുടെ വീഴ്ചയാണ്. അതിന് ഞാൻ അവരെ ശാസിക്കും. ഞാനല്ലാതെ പിന്നെ ആരാ അവരെ ശാസിക്കേണ്ടത്? ഞാൻ വോട്ടിന് വേണ്ടിയല്ലേ ഈ മേക്കപ്പെട്ട് ഷൂട്ടിംഗ് നടത്തി പണം ഉണ്ടാക്കേണ്ട പരിപാടി മാറ്റി വെച്ചിട്ട് ഇതിന് വന്നിരിക്കുന്നു. അപ്പോൾ അതുപോലെ പ്രവർത്തകരും പണിയെടുക്കണ്ടേ? ഇനി എനിക്കിങ്ങനെ ഈ പറയുന്ന മുക്കിലും മൂലയിൽ ഓടിയെത്താൻ പറ്റുമോ? അപ്പോൾ ജയിച്ചു വന്നാലും ഇതേ പ്രവർത്തകരാണ് മുക്കിലും മൂലയിലും ഓടിയെത്തി അവിടെയുള്ള വിഷയങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഒരു മുൻതൂക്കം പരിഗണന അധികമായി കൊടുക്കേണ്ടതെല്ലാം എടുത്തിട്ടാണ് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അന്നും പ്രവർത്തിക്കേണ്ടത് ഇതേ പ്രവർത്തകരാണ്. അവരെ ഇന്ന് ശാസിച്ചില്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലെ മികവ് നിങ്ങൾക്ക് എത്തില്ല. കാര്യം മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. കാഡർ സ്വഭാവമാണത്. അതിലെ കാഡറിൽ മനുഷ്യൻ്റെ കഴുത്തറുത്ത് കൊല്ലാത്ത സ്വഭാവം ഞങ്ങൾക്കേ ഉള്ളൂ. മറ്റത് ആർക്കാണെന്ന് നല്ലപോലെ അറിയാം. അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അഭിമന്യുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി ചോദിക്കുക, അവർ പറഞ്ഞു തരും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരവും മാലയും ഒക്കെ വിറ്റിട്ട് കാശ് കൊടുത്ത് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി യുവജനോത്സവത്തിന് പോയ കുട്ടികളെല്ലാം തിരിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ സംസ്കാരം എവിടെയാണെന്നുള്ളത് നിങ്ങൾ പോയി അന്വേഷിക്കുക. ഇതിനൊക്കെ സമഗ്രമായ മാറ്റം വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള തുടക്കം കുറിക്കുന്നതിനുള്ള അവസരമാണ്. അത് നിങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചാൽ ഞാനുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിലൊക്കെ അതേപോലെ കാശൊക്കെ ഉണ്ടാക്കി അല്ലേ തമിഴ്നാട്ടിലെങ്ങാനും പോയി വീട് വെച്ച് താമസിച്ച് ഞാൻ റെഡിയാണ്. ഞാൻ എന്തിനും റെഡിയാണ്. നിങ്ങൾ തീരുമാനിച്ച മതി ഞാൻ എന്തിനും റെഡി ആവണോ. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പോൾ അവർക്ക് അടി കൊടുത്തെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്താ കൊടുക്കണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കാര്യം കൂടെ കേട്ടോ, അന്ന് പ്രവർത്തകരെ ശാസിച്ചെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ആ ആദിവാസി ഊരിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ട്രൈബൽ മന്ത്രിയുണ്ട്, അവർക്ക് ആധാർ കാർഡില്ല. ഈ പാവം ആദിവാസികൾക്ക് കേരളത്തിൽ എത്ര ആദിവാസികളുണ്ട്? അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ടോ എന്ന് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് പോയി ചോദിക്കും. എന്താ ആദിവാസികളും നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അതോ പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണോ? അന്വേഷിക്കണ്ടേ? അവർക്ക് റേഷൻ കിട്ടണ്ടേ? ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ വോട്ടേഴ്സ് ID എടുക്കും, വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കും? അപ്പോൾ അവർ വോട്ട് ചെയ്യരുതെന്നാണ്. ഇതിന് ഉത്തരം പറയട്ടെ. ഈ വീഡിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇടുന്നില്ല. ഉത്തരം പറയട്ടെ.
അന്നേരം മറ്റേ ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങരുതെന്ന് മാത്രം അതിൻ്റെ കൂടിട്ടേക്കണം കാണുന്നത് കേട്ടോ. ആ കേട്ടോ ഏതാ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ അത് ആരോപണമായി മാത്രം തീരും. ആദിവാസികളും സഹോദരങ്ങൾ തന്നെയാണ്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും അധസ്ഥിത വർഗം ആരെന്ന് ചോദിച്ചാൽ അവരാണ്. ഏറ്റവും അടിത്തട്ട്. അവർക്ക് കാട്ടിൽ നിന്ന് പോലും ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ജീവിക്കാൻ വലിയ നിയമങ്ങളും ലംഘനങ്ങളും ഒക്കെ തടയിടാനൊക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അവരൊരിക്കലും വനത്തെ ചൂഷണം ചെയ്യത്തില്ല, ഉപദ്രവിക്കത്തില്ല, നശിപ്പിക്കില്ല. നശിപ്പിക്കാൻ കയറുന്നവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പോൾ ശരി, 26 വീണ്ടും വരും കേട്ടോ. ഒരു നിലയെ ഒഴിച്ചു വരും. അന്ന് ഈ അസത്തുകളെ എല്ലാം എടുത്ത് കടലിൽ തരണം, കേരളം തരണം. ഒന്നും വേണ്ട. തൃശ്ശൂർ MP ആക്കി നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കേരളത്തെ മുഴുവൻ ഗുണം ചെയ്യുന്ന ഒരു MP ആയി അങ്ങനെ ഒരു മാറ്റം വേണ്ടേ? മോദി എന്തായാലും അവിടെ ഭരിക്കും. 400+ ഭരിക്കും. ആ കൂട്ടത്തിൽ ഒരാൾ നിങ്ങളുടെ ആളാവണം എന്ന് മാത്രം ആലോചിച്ചാൽ ഓക്കെ അല്ലേ? താങ്ക് യു. കുറച്ച് വഴി വിടുന്നു. വഴി വിടണം. വരികയാണെങ്കിൽ നോക്കാം. താങ്ക് യു. ഇല്ല ഇടലും പോകുന്നു. കഴിഞ്ഞ 5 വർഷം തെരഞ്ഞെടുത്ത് വിട്ടയാൾ
എന്തൊക്കെ ചെയ്തു എന്ന് വിലയിരുത്തുക, അതിനേക്കാൾ മെച്ചപ്പെട്ട, വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. മോദി സർക്കാർ 400+ സീറ്റുകളുമായി പാർലമെൻറ്റിൽ എത്തും എന്നുള്ളത് ലോകം വിളിച്ച് പറയും. ആ കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചാൽ, അങ്ങനെ വന്നാലേ കേരളത്തിലേക്ക് ഈ അവിടെ ചെന്ന് ഗാന്ധി പ്രതിമയുടെ ചുവട്ടിലിരുന്ന് ചായയും വടയും കഴിച്ച് ഒച്ചപ്പാടും ഉണ്ടാക്കി, അതല്ല ഒരു പാർലമെൻറ്റേറിയൻ്റെ പ്രവർത്തനം. അതല്ല സ്പീക്കറുടെ നെഞ്ചത്തേക്ക് ഭരണഘടനയുടെ പുസ്തകം വലിച്ചെറിയുക, പേപ്പർ വലിച്ചെറിയുക, ഇതൊന്നുമല്ല. നിങ്ങൾക്കെന്ത് ലഭ്യമായി, നിങ്ങൾക്കെന്ത് ഗുണമുണ്ടായി എന്ന് പറയുന്ന വിലയിരുത്തൽ നടക്കും. എന്തായാലും ശരി തന്നെ, തേനും പാലും ഒഴുക്കിയില്ലെങ്കിലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പാർലമെൻറ്റേറിയൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. എന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചയച്ചാൽ തൃശ്ശൂർ തെരഞ്ഞെടുക്കുന്ന MP കേരളത്തിന് വേണ്ടി മുഴുവൻ ഉപകരിച്ചു, പ്രവർത്തിച്ചു എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് സ്വന്തമാകും എന്നും ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു. ഊണൊന്നും കഴിച്ചില്ലേ? ഞാനും കാത്തിരിക്കുകയായിരുന്നു. കാരണം അവര് കാലത്ത് പലയിടത്തും കൊണ്ടുപോയിട്ട് വഴിയിൽ ആളെത്തിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചേരം നമുക്ക് റോഡിൽ കിടക്കാമെന്ന് പറഞ്ഞ വണ്ടി റോഡിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ അവർക്കിട്ട് തിരിച്ച് പണി കൊടുത്താണ്. അപ്പോ ഇലക്ഷനെത്തി. കഴിഞ്ഞ തവണയിൽ കുറെ ഓടിയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ വിജയത്തിലേക്ക് അവരെത്താൻ അനുവദിച്ചില്ല. ഇത്തവണ എല്ലാവരും വളരെ ശക്തമായി കൂടെ നിൽക്കണം. കൂടെ നിന്നാൽ കഴിഞ്ഞ 5 വർഷം പറ്റിയ അബദ്ധം പറ്റില്ല എന്ന് മാത്രം ആദ്യം ഞാൻ പറയുക. ഉറപ്പായിട്ടും ജയിപ്പിച്ചു വിട്ടാൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ ഗുണകരമാവുന്ന ഭരണ വികസന പ്രക്രിയയിൽ ഇടപെടുന്ന, കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു MP-യെ തൃശ്ശൂർ വഴി കേരളത്തിന് ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണം കേട്ടോ. എന്തൊക്കെ പണികൾ നടന്നു എന്നുള്ളത് അന്വേഷിക്കണം. നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളുടെ എല്ലാം ബലം എന്താണ്, അത് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ അവകാശമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നിയമങ്ങളാണ് ശക്തമാക്കുന്നത്. പക്ഷെ അധിനിവേശ ശ്രമം ആ തരത്തിലുണ്ടാകുമ്പോൾ നമുക്ക് നിയമങ്ങളും അതനുസരിച്ച് പുതുതായി മാറി വരും. അങ്ങനെയുള്ള നിയമങ്ങൾ ഇനിയും വരും. അത് പക്ഷേ ഇവിടെയുള്ള ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ തളർത്തുന്നതിനോ അല്ല, അവരെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നു. എനിക്കൊന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഈ 4 വരി പാതയിൽ നിന്ന് അകത്ത് വന്നോളൂ. പലയിടത്തും അത് 6 വരി പാതയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 78ാം വർഷം അല്ലെങ്കിൽ 76ാം വർഷം നമ്മൾ കണ്ടു തുടങ്ങിയ വികസനം അത് ഏതാണ്ട് 79ാം വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഉപയോഗത്തിലേക്കും നമ്മുടെ ഗുണഭോഗത്തിലേക്കും വന്നെത്തിച്ചേരുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇത്രയും കാലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രക്രിയ, ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ അത്തരം വികസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ഉന്നതനായ നേതാവിനോടൊപ്പം ചേരാനായി നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിലെ യുക്തിയെ പറ്റി നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് ഉറച്ച തീരുമാനമെടുത്ത് വിജയശ്രീ ലാളിതനായി ഡൽഹിക്ക് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. അല്ല
അതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് തന്നെ ദൂര യാത്രയ്ക്കുള്ളവരുടെ സൗകര്യത്തിലേക്കാണ്. അപ്പോൾ പ്രാദേശികമായിട്ടിപ്പോൾ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം നോക്കിയാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്. ഒരു കിലോമീറ്ററിന് 100 കോടിയാണ് ചെലവാക്കുന്നത്. സ്ഥലത്തിൻ്റെ വില 100 കോടിയാണ് ഒരു കിലോമീറ്റർ ചെലവാക്കുന്നത്. അതിൻ്റെ നിതിൻ ഗഡ്കരി അതിന്റെ വിവരങ്ങൾ പാർലമെന്റിൽ പറയുന്നത് കള്ളമാവാനൊക്കത്തില്ല. രാജിവെച്ച് പിന്നെ രാഷ്ട്രീയത്തിൽ തന്നെ രാജിവെക്കേണ്ടി വരും. പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് 100 കോടിയാണ് കേരളത്തിൽ മാത്രം റോഡ് നിർമ്മിക്കുന്നതിന്. അത് അമിതമായ വില സ്ഥലത്തിന് നൽകി ചോദിച്ച വില കൊടുത്തെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയാവുന്നത്. അതിൻ്റെ ഏതാണ്ട് 20-25% സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പറ്റില്ല, സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് കത്തെഴുതിയതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് അല്ല, രാജ്യത്തിന് വേണ്ടിയാണ് റോഡ് അല്ലേ? അങ്ങനെ ഓരോ വീട്ടുകാരുടെയും സൗകര്യത്തിലേക്ക് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനൊക്കത്തില്ല. അപ്പൊ അതിന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതികത നോക്കി മാത്രമാണ് അങ്ങനെ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന പാത വരുന്നതിനെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്, വളവുകൾ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് റെയിലായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പണി നടക്കുന്നതുകൊണ്ട് ആരും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നില്ല. ഞാൻ കൊല്ലം വരെ പോകുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതിൽ കയറിയിട്ടാണ് പോകുന്നത്. കാരണം ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ടെത്താം. മറ്റൊരു 2-2.25 മണിക്കൂർ നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പുകയാണ്. നമ്മുടെ അത്രയും നേരത്തെ സമയം പാഴായി പോകും. അപ്പോൾ ആ റെയില് സ്പീഡ് കൂടണം. അപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് കൊല്ലത്തെത്തണമെങ്കിൽ ആ വളവുകൾ മുഴുവൻ നിവർക്കണം. അപ്പോൾ റെയിലിന്റെ പോലും വളവ് നിവർക്കാനുള്ള പദ്ധതി എന്തെന്ന് പറഞ്ഞാൽ അതിനുള്ള പണമാണ് ഇനി അടുത്തത് ചെലവാക്കാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നിങ്ങൾ കാണുന്നില്ല. 10 വർഷം മുമ്പ് കണ്ട റെയിൽവേ സ്റ്റേഷനാണോ? ഇനി കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ, ഇതിനെല്ലാം വൻ പദ്ധതികൾ ഒരുക്കി വരികയാണ്. ഇതൊക്കെ എത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് അയക്കപ്പെടുന്നതായ MP-മാരുടെ ജോലി. അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. ഇതൊക്കെ ആ റെയിൽവേ മന്ത്രിയുടെ ഒരു മിടുക്ക് മാത്രം. അത്രയും. ഗുരുവായൂർ മേംപാലം ചെന്ന് സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പൊള്ളി. അവർ നുണ വച്ചത് അക്രമ മനോഭാവത്തോടെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പൊളിഞ്ഞില്ലേ? പിന്നെ ആ MLA എന്തെങ്കിലും പറയുന്നത് കേട്ടോ? അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് സത്യം വിളിച്ച് പറഞ്ഞതോടുകൂടി തൊട്ടടുത്ത് നിന്ന MP-യുടെ മുഖം വരെ ചൂടി അല്ലേ? അപ്പൊ അതാണ് ഓരോന്ന് നടത്തിയെടുക്കുന്നതിന് കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർക്കൊരു കഴിവുണ്ട്. അത് ഭരണത്തിന്റെ മികവാണ്. ആ മികവിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി, ഓരോ കാര്യങ്ങളും സാധിച്ചെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കുക. അത് ഞാൻ വാങ്ങിച്ചോളാം. ഇത് കാശ് കൊടുത്തൊന്നും എത്രയാണ്? നമ്മുടെ ബോട്ടിൽ ചിപ്സിക്കുന്ന ഒരു ഫോട്ടോ അല്ല, ഇല്ലേ, ഒരിക്കലുമില്ല. Especially for ladies.
ക്വാറന്റൈൻ ഒന്നും അവർ ആവശ്യപ്പെട്ടു. ക്വാറന്റൈൻ അവർ 40 ഡേയ്സ് നമ്മൾ ക്വാറന്റൈൻ എടുത്താണ് ആക്ച്വലി ഷെൽഫ് ലൈഫ് ഒരു ഒറ്റ പ്രിസർവേറ്റീവ് ചേർക്കണം. പിന്നെ നമ്മൾ ആയുർവേദ ഒറ്റ പ്രിസർവേറ്റീവ് ഇല്ലാതെ 4 hours ആണ് ഷെൽഫ് ലൈഫ്. ഫസ്റ്റ് മിൽക്ക് തന്നെയല്ലേ? ഒന്നാം പാല് തന്നെ? ഒന്നാം പാല് കട്ടിയുള്ള പാല്. വേറെ രണ്ടാം പാലൊക്കെ എടുക്കുന്നുണ്ട്? ഇല്ല, ഒറ്റ മെഷീനിൽ അങ്ങനെ കിട്ടുള്ളൂ. ബാക്കി തീരെ നമ്മൾ കൊടുക്കുന്നത്. തീരെ എന്ത് ചെയ്യും? തീരെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് അവർ ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസിനാണെന്ന് പറയുന്നത്. പിന്നെ കൊച്ചിൻ്റെ ചമ്മന്തിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ട്രൈ ചെയ്ത് കൊടുക്കും. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 1.1 ഞാനിവിടെ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ, ഇവിടെ ഗ്രീൻ ഔറ എന്ന് പറഞ്ഞിട്ടൊരു വിമൻ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം, കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സംരംഭക, ഇതിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സബ്സിഡിയും കിട്ടിയിട്ടുണ്ട്. It's not a very huge, but it's a huge investment. So the products have been tried at being exported to even the US. Especially the coconut milk, the first milk which is squeezed out of coconut. Even that has been exported, and the response is seemingly it is very positive. So I think you should make a visit to this institution. See what are the possibilities of taking their products to the international level and even the domestic market also. I think you will have your shelf full of items. Yeah, I'll send you her business card. If you can make if the administrational wing of the Coconut Development Board in Kochi can make a visit to the institution, will be fine. Okay. Her name is Sunila Jairaj. Sunila Jairaj. Please take note, and I will ask her to call you. Okay. Thank you. Coconut Board in the Development Board in the Secretary 94957. Next പറഞ്ഞു സാറേ പറഞ്ഞു 49224 49224. പേര് എനിക്ക് അറിയത്തില്ല. കോക്കനട്ട് ബോർഡിൻ്റെ സെക്രട്ടറി ആണെന്ന് മാത്രമല്ല, ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു കേട്ടോ. ആണോ?
2021 ഞാൻ ബോർഡിൽ വന്നു. ഉണ്ടല്ലേ ലേഡി അണ്ടോളി എന്താണെന്നറിയാം, ഇത് ഞങ്ങൾക്ക് കേരളത്തിൽ വേറെ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജില്ലാ പ്രസിഡന്റുമാരാണ്. എന്നെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പിടിക്കേണ്ടത് ജില്ലാ പ്രസിഡന്റിനാണ്. ജില്ലാ പ്രസിഡന്റിൻ്റെ അടുത്ത് ആക്സസ് ഇല്ല എങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആരാണെന്ന് ഇതിപ്പോൾ ഈ വീഡിയോയിലൊക്കെ കേൾക്കുന്ന മാത്രി കൂട്ടങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് പിന്നെ ജില്ലാ പ്രസിഡന്റാണ് അത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഓപ്പറേഷണൽ മെത്തേഡ്. ഈ പത്മശ്രീയൊക്കെ കിട്ടുന്ന എങ്ങനെയാണ് ആൾക്കാർക്ക് അർഹരായവർക്കല്ലേ കിട്ടുന്നത്. അവർ രാജ്യത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ സാധാരണക്കാർ ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി കാഡേഴ്സ് വഴി അറിയിക്കുന്നു. പിന്നെ അത് തന്നെ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കും. ഞാനും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വെറാസിറ്റി എന്താണ്, നിങ്ങളുടെ ഒരു കരുത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ ചെയ്യും അല്ലേ. പക്ഷെ എൻ്റെ ഒരു അറിവിലേക്ക് എത്തണമല്ലോ, അത് ഈ മെഷീനറി ഉപയോഗിക്കണം. അതും കൂടിയാണ് ബൂത്ത് പ്രവർത്തകരുടെയും മണ്ഡലം പ്രവർത്തകരുടെയും ജോലി. They have to do it. If they don't do it, I'll scold them. That's my mistake. I only named ഇത് നിങ്ങളിവിടെ കാണുന്ന മറ്റേ കാഡറല്ല കേട്ടോ, ഇത് സെൻട്രൽ കാഡേഴ്സാണ്. അവരെ ചെവിക്ക് പിടിച്ച് കിഴക്കാൻ ഒരാളുണ്ട് അവിടെ. കട്ടൻ ചായ കുടിച്ചു തണുപ്പിച്ചാണ്. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് പറയാം. അപ്പോൾ രണ്ട് ദിവസം അപ്പോൾ എല്ലാവരും കൂടി ഇപ്രാവശ്യം ഡൽഹിക്ക് അയച്ചതാണ്. ഏറ്റില്ലേ? കഴിഞ്ഞ 5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നോമിനേറ്റഡ് എം പി എന്ന നിലയ്ക്ക് ഒരു 3 വർഷം കൂടെ പിന്നെ കിട്ടിയുള്ളൂ. അതിൽ ചെയ്യാവുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതിലേക്ക് കോവിഡ് വന്നു. ഒരു 8 കോടി രൂപ ഫണ്ടിൽ നിന്ന് പോയിട്ട് പിന്നെ കിട്ടിയ 2 കോടി ബാക്കി ഉണ്ടായിരുന്ന കൂടെ ചേർത്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫണ്ട് മാത്രമല്ല, ഒരു എം പി എന്ന നിലയ്ക്ക് കേന്ദ്ര ഭരണം മോദി നടത്തുമ്പോൾ ആ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ കേരളം പോയാൽ കുറച്ചുകൂടി മുന്നോട്ടുള്ള വികസനത്തിൻ്റെ ഒഴുക്കിന് കുറച്ചുകൂടി സ്മൂത്താണ്. അതാ മനസ്സിലായത്. അല്ലാതെ ഇവിടുന്ന് അവിടെ പോയി സ്പീക്കറുടെ നെഞ്ചത്തോട്ട് മറ്റേ ഭരണഘടന എടുത്തെറിഞ്ഞിരുന്ന ആൾക്കാരെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് നിങ്ങൾ തീരുമാനം. നിയമങ്ങൾ വരുന്നതെല്ലാം മണ്ണിൻ്റെയും മണ്ണിൻ്റെ മക്കളുടെയും ഗുണത്തിന് വേണ്ടി മാത്രമാണ്. അത് മോദി എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന നേതാവ് കൃത്യമായിട്ട് ചെയ്യും. അതിനകത്ത് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങളുണ്ട്. അതെല്ലാം വെറും അസത്യം മാത്രമാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൗരത്വ നിയമം, ഇനി വരാൻ പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കള്ളന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. അവർക്ക് 5 വർഷം എങ്ങനെ അഴിമതി നടത്തി തുരന്നെടുക്കാൻ, ഭരണം പിടിക്കാൻ എന്നുള്ള ഒറ്റ നോട്ടമേ ഉള്ളൂ. പിണ്ടി സഖ്യത്തിന് കേട്ടോ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ വിജയിപ്പിക്കുക. അതിൻ്റെ ഗുണം തൃശ്ശൂരിനുണ്ടാവും, കേരളത്തിനുമുണ്ടാവും. എനിക്ക് ജഡ്ജിന് കൊടുത്ത മണ്ഡലത്തില്ല
അപ്പൊ ശരി, ഞാൻ മേടിച്ചു, സ്വീകരിച്ചു, തിരിച്ചു. അല്ല, എനിക്കിത് കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല. ശരി എന്നാ വോട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും വന്നു ചെയ്യില്ലേ? കൈ കൊടുത്താൽ നമസ്കരിക്കണ്ട. ഒന്ന് വഴി വിടണേ. സുരേഷ് ചേട്ടൻ എത്ര പേർക്കും ചെയ്യും? അല്ല, അത് എനിക്ക് സ്വീകരിക്കാനൊക്കത്തില്ല. കാരണം ഇവിടെ ഒരു സർക്കാരുണ്ട്. അവരെന്ത് ചെയ്യണം? അതാ പറഞ്ഞ എന്റെ പെൻഷൻ മൊത്തം ഞാൻ ഓരോരുത്തർക്കും കൊടുത്ത് തീർക്കും. എല്ലാവർക്കും എങ്ങനെ കൊടുക്കും? ഞാൻ എന്റെ കുടുംബം നോക്കണ്ടേ? ശരി, ഓക്കെ. കറണ്ട് പോയതായിരിക്കും. നമുക്ക് പാരമ്പര്യമനുസരിച്ച് നിലവിളക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥാനാർത്ഥിക്ക് വരാൻ പുറത്തു എല്ലാവരും ഇങ്ങോട്ട് വെയിൽ വിട്ടോ? നിങ്ങളൊക്കെ ഉണ്ടായിരിക്കണേ. ഇത്തവണ വിജയിപ്പിക്കണം, പാർലമെന്റിലേക്ക് അയക്കണം. അയച്ചാൽ ഈ പ്രദേശത്തിനെന്നല്ല, തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും ഗുണമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു MP ആയി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP എന്ന പേര് ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചു തരാം. കഴിഞ്ഞ 5 വർഷത്തെ MP-യുടെ പ്രകടനത്തെക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? എന്നാൽ നിങ്ങൾ ജയിപ്പിച്ച് വിട്ടില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് മേയറോട് ചോദിച്ചാൽ മേയർ പറയും, ശക്തൻ തമ്പുരാനും പറയും. ഇല്ലേ? പറയില്ലേ? പറയൂ, തീർച്ചയായിട്ടും പറയും. അപ്പോൾ അനുഗ്രഹിക്കുക, വിജയിപ്പിക്കുക, വിജയതിലകം അണിയിക്കുക. നമുക്ക് വിജയിച്ചു കഴിഞ്ഞ് വന്ന് വീണ്ടും കാണാം. ഓക്കെ അല്ലേ? തോന്നി പിടിച്ച് റെഡി സ്റ്റാർട്ട്. അജീഷ് ഗോകുൽ അല്ല അജീഷ് അജി അജയ് തോത് മാറി വേഗം വാളും മരിച്ച അങ്ങ് വിട്ടിരുന്നു. കുട്ടികൾ മാറിക്കോ, എല്ലാവരും മാറിക്കോളും.
ബോളും പരിചയം വയ്ക്കാറുണ്ട് പിന്നെ എനിക്ക് ഇറങ്ങി ചേർന്ന് മാറി തൊഴുത് അതല്ല നോമ്പ് കഞ്ഞിയില്ല ഉണ്ടോ അത് അല്ല സെപ്പറേറ്റ് നിന്നാൽ മതി മറ്റേ ശരി താങ്ക് യു